മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. പാതിരിക്കോട് ക്ഷീര സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കബീർ വിതരണം ഉദ്ഘാടനം ചെയ്തു. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണം നടത്തിയത്. 50% സബ്സിഡി നിരക്കിൽ മാസം തോറും 2 ചാക്ക് കാലിത്തീറ്റ നൽകുന്നതാണ് പദ്ധതി. 8 ലക്ഷം രൂപ ഫണ്ട് ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ KB നായന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. മെമ്പർമാരായ ഹസീന റാഫി, നാസർ എരൂത്ത, PM രാജേഷ്, ചിത്ര പ്രഭാകരൻ, സംഘം പ്രസിഡന്റ് തോമസ് നാലുപിലാക്കൽ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ സിബി ജോസ്, പ്രസീദ് കുമാർ, AR പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയുടെ നിർവഹണം കുറച്ച് വൈകിപ്പോയതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നമുക്ക് ഫണ്ട് കൃത്യമായി അനുവദിച്ച് കിട്ടുന്നില്ല. അതിൻ്റെ പ്രയാസത്തിലാണ്. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ പണം തന്നെ ഈ വർഷമാണ് നമ്മൾ കൊടുത്തു തീർത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും അനുഭവിക്കുന്നുണ്ട്. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പദ്ധതിയിലൂടെ വലിയ സഹായമാണ് കിട്ടുന്നത്. നമ്മൾ കാലിത്തീറ്റ, അതുപോലെ തന്നെ ധാതു ലവണ പദ്ധതി ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് മതിയാകുന്നില്ല. പാലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ഈ ജോലി എന്ന് പറയുന്നത് രാത്രിയോ പകലോ ഭേദമില്ലാതെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് ക്ഷീരകർഷകർ. അതുകൊണ്ട് തന്നെ ഇനിയും സഹായം ആവശ്യമാണ് എന്നുള്ള ബോധ്യം ഗ്രാമപഞ്ചായത്തിനുണ്ട്. അടുത്ത വാർഷിക പദ്ധതിയിൽ നമ്മൾ വൈക്കോൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. ഫണ്ടിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടും സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ എടപ്പറ്റ.